തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് ദിവസത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ കാട്ടിക്കൂട്ടുന്ന ലൈംഗിക വൈകൃതങ്ങളെ വെൽ ഡ്രാഫ്റ്റഡ് പരാതിയെന്ന് ന്യായീകരിക്കുന്നത് നാട് അംഗീകരിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയെ സംശയനിഴലിൽ നിർത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പരാമർശം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യമായി തള്ളുകയും ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പ്രേരിതമാണ് പരാതി. അങ്ങനെയും വിലയിരുത്താം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിവസം UDF കൺവീനർ അടൂർ പ്രകാശാണ് വലതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഊഴമാണ്. അടൂർ പ്രകാശ് നടൻ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചതിനിടെ ഉയർന്ന വിമർശനങ്ങൾ നേട്ടമായെന്ന വിലയിരുത്തലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിവസം മുഖ്യമന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിന് തിരിഞ്ഞത്. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. വിമർശിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രി കടുത്ത ഭാഷ തന്നെ ഉപയോഗിച്ചതിന് പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടറിയും ഇതേ വിഷയത്തിൽ പ്രതികരണവുമായി എത്തി. KPCC പ്രസിഡന്റ് തന്നെയാണ് ആ ആക്ഷേപം ഉന്നത പോലീസ് സംവിധാനത്തിന്റെ മുമ്പിൽ എത്തിച്ചത്. എന്നിട്ട് ഇപ്പോഴും മാറി നിന്ന് രാഹുൽ മാക്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ജീർണമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം. കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടാനുള്ള നീക്കമാണ് തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനെ പരസ്യമായി തിരുത്തി. അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥകൾ പറയട്ടെ. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താമസം ഉണ്ടായതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ്. താമസം ഉണ്ടായി എന്നോർത്ത് 2 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് അല്ലാതെ വന്നില്ല. ലൈംഗിക പീഡന പരാതികളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെങ്കിലും രാഹുലിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 തട്ടിലാണെന്നാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണവും സതീശന്റെ തിരുത്തലും വ്യക്തമാക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.